സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ കൊച്ചിയിലെല്ലാം അതിശക്തമായ മഴ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിക്കുകയാണ്. മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 11 ജില്ലകളിൽ യെല്ലോ ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത്, മഞ്ഞ ജാഗ്രത നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. മേഘന മുരളി തിരുവനന്തപുരത്തിന് വിവരങ്ങൾ നൽകാനുണ്ട്. മേഘന, ഇന്ന് ഈ എറണാകുളം ഭാഗത്തൊക്കെ അതിശക്തമായ മഴ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ അതിശക്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ? ജിക്ക്, അതിൽ പ്രധാനമായും 11 ജില്ലകൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ്, അതായത് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് വരുന്ന 5 ദിവസത്തേക്ക് അത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മഴയെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ബാക്കി 11 ജില്ലകൾക്കും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മധ്യ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ തന്നെ വരുന്ന 5 ദിവസവും ഇതേ രീതിയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. അതുപോലെ തന്നെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ തന്നെയാണ് ഈ 11 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകി ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. ഈ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകൾക്ക് മാത്രമാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ലഭ്യമാക്കാത്തത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.